കേരള കോൺഗ്രസ് എമ്മിനെ കൂടോടെ തകർക്കും എന്ന വെല്ലുവിളിയുമായി ജോസഫ് ഗ്രൂപ്പ് അതിശക്തമായി നിൽക്കുമ്പോൾ സന്ധിക്ക് എന്തെങ്കിലും സ്കോപ്പുണ്ടോ എന്ന് ചികഞ്ഞാലോചിക്കുകയാണ് റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും. പക്ഷേ അതൊന്നും ഇനി നടക്കില്ല. കെ എം മാണി ഉണ്ടായിരുന്ന കാലത്ത് പി ജെ ജോസഫ് ഇടതുപക്ഷത്തിൻ്റെ കൂടെയായിരുന്നു. സുഖകരമായി വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ പി ജെ ജോസഫിന് കിട്ടിക്കൊണ്ടേയിരുന്നു. ആ പി ജെ ജോസഫിനെയാണ് കെ എം മാണി കൃത്യമായി അടുത്തേക്ക് വിളിച്ചതും 2011 നിയമസഭയിൽ കേവല ഭൂരിപക്ഷം യു ഡി എഫ് തികച്ചതിൽ എടുത്തു പറയേണ്ടത് പി ജെ ജോസഫിൻ്റെ ആ സീറ്റുകൾ തന്നെയായിരുന്നു. തൊടുപുഴയിൽ അദ്ദേഹം ജയിച്ചതും കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് ജയിച്ചതും അതുപോലെ തന്നെ കോതമംഗലത്ത് അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയാൻ വലിയ രീതിയിൽ തന്നെ പി ജെ ജോസഫ് പല വേദികളിൽ തയ്യാറാകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, പി ജെ ജോസഫ് മാണി കോൺഗ്രസിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ജോസ് കെ മാണിക്കുണ്ടായ അസ്വസ്ഥത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇപ്പോഴിതാ ജോസ് കെ മാണിയുടെ MLA മാർ പി ജെ ജോസഫിലേക്ക് ലയിക്കാനായി പോകുന്നു എന്നറിഞ്ഞതു മുതൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിൽ തന്നെയാണ് അദ്ദേഹം. ഇനി തൻ്റെ പാർട്ടിയെ മുങ്ങുന്നതിൽ നിന്നും രക്ഷിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് രാജ്യസഭയിൽ ഇനി ഒരിക്കൽ കൂടി പോകാൻ കഴിയില്ല എന്ന കൃത്യമായ വിശ്വാസം മനസ്സിലാക്കിക്കൊണ്ട് ജോസ് കെ മാണി രാഷ്ട്രീയ കളം വിടുകയാണോ എന്ന് തന്നെ പറയേണ്ടി വരും. കെ എം മാണിക്ക് ധാർമ്മിക പിന്തുണ കൊടുത്ത പി ജെ ജോസഫിനെ കരിയല പോലെ എടുത്തെറിയാനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം ജോസ് കെ മാണിയുടെ നീക്കം. എന്നാൽ ഇപ്പോൾ കോട്ടയം ഉൾപ്പെടെയുള്ള സകല മേഖലകളും, അതായത് അവരുടെ പ്രവർത്തന കേന്ദ്രം വരെ ജോസഫ് ഗ്രൂപ്പിൻ്റെ കൈവശം ഇരിക്കുമ്പോൾ ഇനി ജോസ് കെ മാണിക്ക് ഒന്നും മിണ്ടാൻ കഴിയില്ല. നിലവിലുള്ള റാന്നി MLA ആയിട്ടുള്ള കേരള കോൺഗ്രസ് ജോസഫ് എമ്മിൻ്റെ MLA കൂടി പി ജെ ജോസഫ് ഗ്രൂപ്പിലേക്ക് മാറും എന്ന സൂചന വരുമ്പോൾ മൊത്തം മാറുന്ന MLA മാരുടെ എണ്ണം 3ലേക്ക് ഉയരുന്നു എന്ന റിപ്പോർട്ടും ഉണ്ട്. പ്രമോദ് നാരായൺ കൂടി കൃത്യമായും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് മാറുമോ എന്നതാണ് ഏറ്റവും കൂടുതൽ ഭയത്തോടെ ജോസ് കെ മാണി ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് ജോസ് കെ മാണിക്ക് വിശ്വസ്തനായി പാർട്ടിയിൽ ഇനി ആകെ റോഷി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഏതു സമയം വേണമെങ്കിലും മറുകണ്ഠം ചാടിയേക്കാം എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. പണ്ട് പാർട്ടിയുടെ വിശ്വസ്തൻ CF തോമസ് ആയിരുന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്നും നിരവധിയായ തവണ വിജയിച്ച CF തോമസ്. അതിനുശേഷം വിശ്വസ്തനായി മാറിയത് റോഷി അഗസ്റ്റിൻ മാത്രമാണ്. എന്നാൽ റോഷി അഗസ്റ്റിനെ കൊണ്ട് മാത്രം വിചാരിച്ചാൽ കേരള കോൺഗ്രസ് എമ്മിനെ പിടിച്ചു നിർത്താനോ മധ്യ തിരുവിതാംകൂറിലെ വോട്ട് ഗണ്യമായി കുറയാതെ നോക്കാനോ ഒന്നും കഴിയില്ല. അത് ജോസ് കെ മാണിക്ക് കൃത്യമായി അറിയാം. കേരള രാഷ്ട്രീയത്തിൽ ജോസ് കെ മാണിക്ക് മത്സരിക്കാനുള്ള തട്ടകം മാണി C കാപ്പൻ നേരത്തെ തന്നെ തട്ടിയെടുക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ എന്ത് എന്ന വലിയ ചോദ്യമായി. ഇടുക്കി നിയോജക സീറ്റിൽ പോലും റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ തവണ കഷ്ടിച്ചാണ് ജയിച്ചത്. ഇക്കുറി ജയിക്കുമോ എന്ന പ്രതീക്ഷ പോലുമില്ല. ആ ഒരു തരത്തിൽ ഇടുക്കി സീറ്റ് ജോസ് കെ മാണിക്ക് ത്യജിക്കാനും റോഷിക്ക് കഴിയില്ല എന്നുള്ളത് വാസ്തവം. ഇത്തരത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ അടപടലം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജോസഫ് ഗ്രൂപ്പ്.